ഇപ്പോൾ നമുക്ക് എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഓൺലൈനിലാണ് ചെയ്യുന്നത്. ആരും ക്യാഷ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് JDPay എന്ന് പറയുന്നത്. കാർഡ്ലെസ് ക്യാഷ്ലെസ് സെക്യൂർ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. അപ്പോൾ സാറിൻ്റെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് സാറിന് എന്ത് ചെയ്യാൻ ഒരു ലിങ്ക് അയച്ചു കൊടുത്തോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ താഴെ നമുക്ക് സാർ പേ എന്നൊരു ഓപ്ഷൻ അല്ലേ. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ബിൽ റീചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ. മുകളിൽ സെൻഡ് മണി, റിസീവ് മണി, അക്കൗണ്ട് പാസ്ബുക്ക്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അക്കൗണ്ട് പാസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ റിസീവ് മണി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് QR കോഡ് കാണിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതേ സെൻഡ് മണി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സെൻഡ് മണിയിൽ ജസ്റ്റ് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് അവരുടെ ബിസിനസ് നെയിം കാണിക്കും. ആ ബിസിനസ് നെയിം ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ജസ്റ്റ് സെൻഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ സെൻഡ് ആവും. ഇപ്പോൾ ഇത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ്റഗ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്.